ഓടനാട് രാജാക്കന്മാരുടെ ഭരണ തലസ്ഥാനമായിരുന്നു ഇത്. പണ്ട് 18-ാം നൂറ്റാണ്ടിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഓടനാട് രാജാക്കന്മാരെ കീഴടക്കിയ ശേഷം പണിഞ്ഞൊരു കൊട്ടാരം. അതാണ് നമ്മുടെ കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം. 1700-കളിൽ ഓടനാട് ഭരിച്ചിരുന്ന വീരരവിവർമ്മനാണ് ഇവിടെ ആദ്യം കൊട്ടാരം നിർമ്മിച്ചത്. 1746-ലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വീരരവിവർമ്മയെ പരാജയപ്പെടുത്തുകയും തുടർന്ന് പഴയ കൊട്ടാരം തകർത്ത് ഇന്നീ കാണുന്ന കൊട്ടാരത്തിന്റെ ആദ്യകാല രൂപം നിർമ്മിക്കുകയും ചെയ്തത്. പത്മനാഭപുരം കൊട്ടാരത്തിന്റെ മാതൃകയിൽ 1750-ലും 1753-നും ഇടയിലാണ് ഈ കൊട്ടാരം പണിതീർത്തത്. കൊട്ടാരം നിർമ്മിക്കാൻ മാർത്താണ്ഡവർമ്മ അന്നത്തെ തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന രാമയ്യൻ ദളവയെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ശേഷം പ്രധാനമന്ത്രിയായ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് ഇന്നീ കാണുന്ന കൊട്ടാര നിർമ്മിതി പൂർത്തിയാക്കിയത്. കായംകുളം കൃഷ്ണപുരത്തെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കൊട്ടാരമായതുകൊണ്ടാണ് ഇതിന് കൃഷ്ണപുരം കൊട്ടാരം എന്ന് പേര് വന്നത്. ഓടനാട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരത്തിന്റെ പഴക്കത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ല. പുരാതന കാലത്ത് ഓടനാട് എന്നായിരുന്നു ഇന്നത്തെ കായംകുളം ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യം അറിയപ്പെട്ടിരുന്നത്. ഓടനാട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു ഈ കൊട്ടാരം. കായംകുളം സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളും ചേർന്ന വിശാലമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ഓടനാട്. 15-ാം നൂറ്റാണ്ടോടെ ഓടനാടിന്റെ തലസ്ഥാനം കായംകുളത്തിനടുത്തുള്ള ഏരുവ എന്ന സ്ഥലത്തേക്ക് മാറ്റി. നീണ്ട ഒരു കടൽ തീരമുണ്ടായിരുന്ന ഈ രാജ്യവുമായി ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ഒക്കെ നല്ല വ്യാപാര ബന്ധമുണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം പിടിച്ചെടുക്കുകയും അതിനെ തിരുവിതാംകൂറുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കായംകുളം രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു നിരത്തി 1729-നും 1758-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന കൊട്ടാരത്തിന്റെ ആദ്യകാല രൂപം പണി കഴിപ്പിച്ചു. അന്നത്തെ തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന രാമയ്യൻ ദളവയായിരുന്നു കൊട്ടാരത്തിന്റെ ആദ്യകാല രൂപം നിർമ്മിച്ചത്. പിന്നീട് തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഈ കൊട്ടാരം പുതുക്കിപ്പണിയുകയും ചെയ്തു. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഈ കൊട്ടാരം പുതുക്കിപ്പണിതെങ്കിലും തനിമയിൽ മാറ്റമൊന്നും വരുത്തിയിരുന്നില്ല. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഇടത്താവളമായി കൃഷ്ണപുരം കൊട്ടാരം ഉപയോഗിച്ചു വന്നു. തനി കേരളീയ വാസ്തുശില്പ രീതിയിൽ പണിയെഴുപ്പിച്ചിരിക്കുന്ന ഈ കൊട്ടാരം 16 കെട്ട് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിലെ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. പുറത്തെ ചുറ്റുമതിൽ കടന്ന് ഉള്ളിലേക്ക് എത്തിയാൽ മനോഹരമായ ഒരു ഉദ്യാനം കാണാം. ഈ ഉദ്യാനം നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചിട്ടുണ്ട്. അകത്തെ ചുറ്റുമതിലും പടിപ്പുരയും വിശാലമായ മുറ്റവും കടന്ന് കൊട്ടാരത്തിന്റെ പ്രധാന വാതിലിലൂടെ ചരിത്രമുറങ്ങുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കൊട്ടാരത്തിന്റെ പിൻഭാഗത്തായി കൊട്ടാരത്തോട് ചേർന്ന് തന്നെ വിശാലമായ ഒരു കുളവും നിർമ്മിച്ചിരിക്കുന്നു. 3 നിലയുള്ള ഈ കൊട്ടാരത്തിന് 4 മുറ്റവും 22 മുറികളുമാണ് ഉള്ളത്. കേരളീയ തച്ചുശാസ്ത്രത്തിന്റെയും വാസ്തുവിദ്യയുടെയും ഒക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് കൃഷ്ണപുരം കൊട്ടാരം. ഇടയ്ക്കായി നടുമുറ്റങ്ങളും ധാരാളം വാതിലുകളും ജനലുകളും എടികളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വായുവും പ്രകാശവും ഒക്കെ നന്നായി തന്നെ എല്ലാ മുറികളിലും എത്തുന്നുണ്ട്. കാലങ്ങൾ ഇത്രയും കടന്നുപോയിട്ടും നശിക്കാതെ നിൽക്കുന്ന ഇവിടത്തെ കല്ലിലും മരത്തിലും തീർത്ത നിർമ്മിതികൾ നമുക്ക് ചുറ്റുമുള്ള നിർമ്മിതികൾ പോലെ അൽപായുസല്ല എന്നും കാണാം. ആദ്യകാലത്ത് ഓലമേഞ്ഞ മേൽക്കൂരയായിരുന്നു കൊട്ടാരത്തിന്. പിന്നീടാണ് ഓടുമാകിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. കൊട്ടാരത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളം ഇവിടത്തെ ഒരു പ്രധാന ഫോട്ടോ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. കൊട്ടാരത്തിനുള്ളിൽ നിന്നും കുളത്തിലേക്ക് ഇറങ്ങാൻ ഒരു ഇടനാഴിയുമുണ്ട്. ആ ഇടനാഴിക്ക് സമീപത്തായാണ് ഗജേന്ദ്രമോക്ഷൻ ചുമർ ചിത്രവുമുള്ളത്. കേരളത്തിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ഒറ്റ ക്യാൻവാസിൽ വരച്ച ചുമർ ചിത്രമാണ് ഗജേന്ദ്രമോക്ഷൻ ചുമർ ചിത്രം. പൂർണ്ണമായും നാച്ചുറലായിട്ടുള്ള കളേഴ്സ് മാത്രം ഉപയോഗിച്ചാണ് ഈ ചുമർ ചിത്രം വരച്ചിരിക്കുന്നത്. പണ്ട് ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർ കുളത്തിൽ കുളി കഴിഞ്ഞ ശേഷം ഗജേന്ദ്രമോക്ഷ ചുമർ ചിത്രം നോക്കി തൊഴുതു പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കാലപ്പഴക്കത്തിൻ്റെതായ മങ്ങലുകൾ ഉണ്ടെങ്കിലും ചുമർ ചിത്രം ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. ചുമർ ചിത്രം മാത്രമല്ല മറ്റു പല വിശേഷപ്പെട്ട വസ്തുക്കളും കാഴ്ചകളും ഈ കൊട്ടാരത്തിലുണ്ട്. അതിലൊന്നാണ് കൊട്ടാരത്തിന്റെ മുറ്റത്തായി സൂക്ഷിച്ചിരിക്കുന്ന അഞ്ചൽപ്പെട്ടി. ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ച ശംഖുമുദ്രയുള്ളതാണ് ഈ അഞ്ചൽപ്പെട്ടി. ഇത് പണ്ട് തിരുവിതാംകൂർ ഭരണകാലത്ത് കായംകുളം പോലീസ് സ്റ്റേഷന് മുൻപിലായി സ്ഥാപിച്ചിരുന്നതായിരുന്നു. പിന്നീട് വർഷങ്ങളോളം അനാഥമായി കിടന്നിരുന്ന ഈ അഞ്ചൽപ്പെട്ടി പുരാവസ്തു വകുപ്പാണ് സംരക്ഷിച്ച് കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിൽ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നത്.
കൊട്ടാരത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഡച്ച് ശൈലിയിലുള്ള ശുചിമുറികൾ. കൊട്ടാരത്തിന്റെ താഴെ നിലയിലും മുകളിലെ നിലയിലും ഇങ്ങനെയുള്ള ശുചിമുറികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് ഇവിടുത്തെ ബുദ്ധപ്രതിമ. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര ക്ഷേത്രക്കുളത്തിൽ നിന്നും കിട്ടിയതാണ് ഈ ബുദ്ധപ്രതിമ. കേരളത്തിൽ ഇതുവരെ 4 ബുദ്ധപ്രതിമകളാണ് കിട്ടിയിട്ടുള്ളത്. അവയിൽ 4ഉം ആലപ്പുഴയും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് കിട്ടിയത്. ഇത് ഓടനാട് രാജവംശകാലത്ത് ബുദ്ധമതത്തിന്റെ സ്വാധീനത്തെ സൂചിപ്പിക്കുന്നവയാണ്. പണ്ടുകാലത്ത് ബുദ്ധമതത്തിനെതിരെ വ്യാപക പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. അങ്ങനെ പല ബുദ്ധവിഹാരങ്ങളും തകർക്കപ്പെടുകയും ബുദ്ധവിഗ്രഹങ്ങൾ വലിച്ചെറിയപ്പെടുകയും ചെയ്തിരുന്നു. പലയിടത്തും ഉണ്ടായിരുന്ന ബുദ്ധവിഹാരങ്ങൾ പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങളായി മാറിയതും ചരിത്രമാണ്. അതുപോലെ തന്നെ പല ബുദ്ധപ്രതിമകളും ജലാശയങ്ങളിലും പാടശേഖരങ്ങളിലുമൊക്കെ വലിച്ചെറിയപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു പ്രതിമയാണ് കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര ക്ഷേത്രക്കുളത്തിൽ നിന്നും കിട്ടിയ ഈ ബുദ്ധപ്രതിമ. ഈ പ്രതിമ 10ാം നൂറ്റാണ്ടിലേത് എന്നാണ് കരുതപ്പെടുന്നത്. കൊട്ടാരത്തിനുള്ളിലായി നിരവധി പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവയിൽ കൂടുതലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി കിട്ടിയവയാണ്. കൂടാതെ ഇന്ത്യയിലെ മറ്റു പല പ്രധാന ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ നിന്നും കിട്ടിയവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്നും കിട്ടിയ പുരാവസ്തുക്കൾ ഇവയ്ക്കൊരു ഉദാഹരണമാണ്. ആയിരത്തി 1950-ലാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈ കൊട്ടാരം ഏറ്റെടുക്കുകയും നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് ഇതൊരു മ്യൂസിയമായി മാറ്റുകയും ചെയ്തത്. കൊല്ലം ആലപ്പുഴ ജില്ലാ അതിർത്തിക്ക് അടുത്തായാണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹൈവേ 66-നടുത്ത് കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നേരെ കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തായാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഓടുപാകിയ മേൽക്കൂരയോടുകൂടിയ പടിപ്പുരയും ചുറ്റുമതിലുമൊക്കെ പഴമയെ നശിപ്പിക്കാത്ത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. പടിപ്പുര കടന്നു വേണം കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിലേക്ക് കടക്കാൻ. കയറുന്നിടത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിരിക്കുന്നത്. 25 രൂപയാണ് എൻട്രി ഫീ ഈടാക്കുന്നത്. ഫോട്ടോ എടുക്കുന്നതിന് മാത്രം 10 രൂപയുടെ പാസ് എടുക്കണം. ഇവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് പെർമിഷനൊക്കെ വാങ്ങിച്ചായിരുന്നോ? ഫോട്ടോ എടുക്കുന്നതിന്റെ പാസ് ഉണ്ട്. ഫോട്ടോ എടുക്കുന്നതിന് പാസ്സല്ല, ഇവിടെ വീഡിയോ എടുക്കുന്നതിന് ഇങ്ങനൊരു പാസ് എടുക്കണം. ഫോണിൽ വീഡിയോ എടുക്കുന്നതിന് പോലും 200 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്യുന്നതിന് 450 രൂപയാണ് ഫീ ഈടാക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെയുമുള്ള പ്രധാന ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ നിന്നും ലഭിച്ച പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. അതുകൂടാതെ മറ്റു പല ശില്പങ്ങളും ചെറിയൊരു കുളവും ഗാർഡനും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഏകദേശം 56 ഏക്കർ വന്നിരുന്ന ഒരു കോട്ടയ്ക്കകത്തായിരുന്നു കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്നത്. കാലക്രമേണ കോട്ടമതിലുകൾ നശിക്കുകയും കൊട്ടാരത്തിന്റെ സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു. സമീപത്തുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും ജീർണിച്ച് ഇല്ലാതാവുകയും ചെയ്തു. നിലവിൽ കൊട്ടാരം ഇരിക്കുന്നത് 2.5 ഏക്കർ സ്ഥലത്ത് മാത്രമാണ്. അകത്തെ ചുറ്റുമതിലും പടിപ്പുരയും വിശാലമായ മുറ്റവും കണ്ട് കൊട്ടാരത്തിന്റെ പ്രധാന വാതിലിലൂടെ ചരിത്രമുറങ്ങുന്ന കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. 10 അടി ഉയരത്തിൽ തീർത്ത ഒരു മതിൽക്കെട്ട് കൂടിയുണ്ട് കൊട്ടാരത്തിന്. ഈ മതിൽക്കെട്ടിനോട് ചേർന്ന് തന്നെ ഒരു പടിപ്പുരയും, അതും കടന്ന് അകത്തേക്ക് ചെല്ലുന്നതാണ് പൂമുഖം. പൂമുഖത്ത് നിന്ന് തന്നെ കൊട്ടാരത്തിന്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം. കൊട്ടാരത്തിനകത്തേക്ക് കയറുന്ന പ്രധാന വാതിലിൽ പോലീസിന്റെ കാവലുണ്ട്. അവിടെ വിസിറ്റേഴ്സ് ലിസ്റ്റിൽ പേരെഴുതിയതിനു ശേഷമാണ് കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ സാധിക്കുന്നത്. കൊട്ടാരത്തിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ശ്രീവിശാഖം തിരുനാൾ രാജാവിന്റെ ഉടവാളാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെയുമുള്ള പ്രധാന ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ നിന്നും ലഭിച്ച പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. പഴയകാല വിഗ്രഹങ്ങളും ക്ഷേത്ര ഉപകരണങ്ങളും ഒക്കെ കാണാം. പലതും പ്രാചീന കേരളം 3 തിണകളായി തിരിച്ചിരുന്ന കാലഘട്ടത്തിലെ ആരാധനാമൂർത്തികളുടെ വിഗ്രഹങ്ങൾ മുതൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
പഴയകാല അളവ് തൂക്കങ്ങളും അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മോഹൻജിദാരോയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള പുരാവസ്തുക്കളും കരകൗശല വസ്തുക്കളും മൺപാത്രങ്ങളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആദ്യം കണ്ട മുറികൾക്ക് ശേഷം ഒരു ചെറിയ ഇടനാഴി വഴി നടുമുറ്റത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്നും ചെന്നു കഴിഞ്ഞാൽ കല്ലിൽ തീർത്ത നിരവധി പുരാവസ്തുക്കളും പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്കും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഈ കുളത്തിനുള്ളിലായി ഒരു രഹസ്യ ഇടനാഴി ഉണ്ടെന്നും അതുവഴി കൊട്ടാര സമുച്ചയത്തിന് പുറത്തിറങ്ങാൻ സാധിക്കും എന്നും കേട്ടിട്ടുണ്ട്. കുളത്തിന്റെ കാഴ്ചകൾ കാണാനായി ജനലുകളും ഇടനാഴികളും ഒക്കെ ഇവിടെയുണ്ട്. അതുവഴിയുള്ള കുളത്തിന്റെയും ചുറ്റുപാടുമുള്ള കാഴ്ചകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കൊട്ടാരത്തിന് 3 നിലകളുണ്ട്. മുകളിലെ നിലകളിലേക്ക് കയറാൻ തടി കൊണ്ടുള്ള കോണിപ്പടികളാണുള്ളത്. ചില കോണിപ്പടികൾക്ക് ചരിവുകൾ കൂടുതലായതുകൊണ്ട് തന്നെ പ്രായമായവർക്കും കാല് വയ്യാത്തവർക്കും മുകളിലേക്ക് കയറുന്നത് കുറച്ച് പ്രയാസമേറിയ കാര്യമായിരിക്കും. മുകളിലെ നിലയിലായി വലിയൊരു നാണയ ശേഖരവും കാണാം. അതിനടുത്തായി തന്നെ പ്രശസ്തമായ ഇരുതല മൂർച്ചയുള്ള കായംകുളം വാളും പരിചയം പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. പണ്ടുകാലത്ത് ചാവേറുകളാണ് കായംകുളം വാൾ ഉപയോഗിച്ചിരുന്നത് എന്നും കേൾക്കാനിടയായി. പണ്ടുകാലത്ത് ജയിലിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇന്ത്യൻ ക്ലോസറ്റിന് സമാനമായ ഡച്ച് ശുചിമുറിയുടെ കാഴ്ചകളും കുറച്ച് കൗതുകമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. കൊട്ടാരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടുത്തെ അടുക്കള. കൊട്ടാരത്തിന്റെ മുമ്പിലെ പൂമുഖത്തിനടുത്ത് നിന്ന് തന്നെ അടുക്കളയിലേക്ക് കയറാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കൊട്ടാര സമുച്ചയത്തിനകത്തു നിന്നും അടുക്കളയിലേക്ക് കയറാനുള്ള വാതിലുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൊട്ടാരത്തിന്റെ അടുക്കളയ്ക്കും കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഇവിടെയായി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തിരിക്കുന്ന പുരാതന അടുക്കള ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു കിണറുമുണ്ട്. അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ഒരു കിണർ നിർമ്മിച്ചിരിക്കുന്നത്. 16 കെട്ട് ശൈലിയിൽ നിർമ്മിച്ച ഈ കൊട്ടാരം കേരളീയ വാസ്തുകലയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. ചരിത്രവും പഴമയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരിടമാണിവിടെ.